ലോകത്ത് പരാജയപ്പെടുന്ന ദാമ്പത്യങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ ആധുനിക കാലത്ത് ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കല്യാണമുണ്ട്, ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിവാഹമോചനവുമുണ്ട്. ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കല്യാണം ഈ ആധുനിക കാലത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ആനന്ദ് അംബാനിയുടെ കല്യാണമല്ല. 1981 ജൂലൈ 28 ലണ്ടനിൽ വെച്ച് ചാൾസ് മൂന്നാമനും ഡയാന രാജകുമാരിയും തമ്മിൽ നടന്ന വിവാഹം. അതുവരെ ഡയാന സ്പെൻസർ എന്നറിയപ്പെട്ടിരുന്ന ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ്. അന്ന് പത്രങ്ങളൊക്കെ ഫെയറി ടെയിൽ എന്ന് വിളിച്ച് അത്ഭുതം കൊണ്ടിരുന്ന 6 ലക്ഷം ആളുകൾ ലണ്ടൻ നഗരത്തിൽ മാത്രം നേരിട്ട് കാണാൻ വേണ്ടി പങ്കെടുത്ത 75 കോടി ജനങ്ങൾ 1981 ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ലൈവായിട്ട് TV-യിൽ കണ്ട ചാൾസിന്റെയും ഡയാനയുടെയും വിവാഹം. 1981 ജൂലൈ 28 ലണ്ടനിൽ വെച്ച് വിവാഹം നടക്കുന്നു. ആ വിവാഹം അങ്ങനെ നീണ്ട് അവസാനം 1997 ആഗസ്റ്റ് 31 പാരീസിലെ പ്രസിദ്ധമായ ഒരു ടണലിന്റെ 13-ാം നമ്പർ തൂണിലേക്ക് ഇടിച്ചിറങ്ങിയ ബെൻസ് കാറിൽ ഇരുന്ന് തന്റെ 36-ാമത്തെ വയസ്സിൽ തന്റെ 2 മക്കളായ വില്യമിനെയും ഹാരിയെയും അനാഥരാക്കിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ ഡയാന എന്ന് പറയുന്ന ഒരു സാധാരണ പെൺകുട്ടി പ്രിൻസസ് ഓഫ് വെയിൽസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടാൻ കാരണമായ ചാൾസ് മൂന്നാമന്റെയും ഡയാനയുടെയും വിവാഹം. ആ വിവാഹം 1996 വിവാഹമോചനം നടക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വിവാഹമോചനവും ഈ വിവാഹമോചനമാണ്. കാരണം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പാർലമെന്റിൽ ജോൺ മേജർ ആണ് ഔദ്യോഗികമായി ഈ വിവാഹമോചനത്തെ കുറിച്ച് അറിയിച്ചത്. ഈ വിവാഹത്തിൽ പറ്റിപ്പോയത്, ഈ വിവാഹവും അതിനെ തുടർന്നുണ്ടായ വിവാഹമോചനവും അതിനെ തുടർന്നുണ്ടായ അപകടവും ഇന്നും നിഗൂഢമായി ലോകത്ത് നിൽക്കുന്ന ഡയാനയുടെ മരണവും ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണത്തെക്കുറിച്ച് 1992 എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഡയാന ഹർ ട്രൂ സ്റ്റോറി ഇൻ ഹെർ ഓൺ വേർഡ്സ്. 500 പേജുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, അവരുടെ വൈവാഹിക ജീവിതം അക്ഷരാർത്ഥത്തിൽ അത്ഭുതമായിരുന്നു. ബ്രിട്ടനിന്റെ ഏറ്റവും വലിയ അധികാര സ്ഥാനത്തേക്ക് ബക്കിംഗ്ഹാം പാലസിന്റെ ഉള്ളിലേക്ക് കിരീടം വെച്ച് രാജ്ഞിയായി വിവാഹത്തിലൂടെ ഡയാന കടന്നു വരുന്നു. പക്ഷെ ചാൾസ് രാജകുമാരൻ ഒരിക്കലും ഡയാനയുമായി പൂർണ്ണമായി അടുക്കുകയോ ഡയാനയുടെ വിഷമങ്ങൾ കേൾക്കുകയോ അവരോടൊപ്പം സംസാരിക്കാൻ ഇരിക്കുകയോ അവരുടെ കൂട്ടത്തിൽ സ്വസ്ഥമായി സന്തോഷത്തോടുകൂടി അല്പസമയം ഇരിക്കുകയോ ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ 5 പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ഡയാന പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇന്ന് നിർത്താതെ ഭാര്യയെ കാണാൻ സമയമില്ലാതെ സംസാരിക്കാൻ സമയമില്ലാതെ തിരക്ക് പിടിച്ച് നമ്മൾ വാങ്ങുന്ന 10 ലക്ഷവും 20 ലക്ഷത്തിന്റെ ശമ്പളവും കോടികളുടെ ലാഭവും നമ്മൾ നമ്മളുടെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് ഇതാണ് വലുത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ധാരണയുണ്ട്, അവൾക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്, കുറച്ചും കൂടെ പണിയെടുത്താൽ ഒരു 10 ലക്ഷം രൂപയും കൂടെ കിട്ടും, അതും അവൾക്കല്ലേ കൊടുക്കുന്നത് എന്ന ധാരണയിലാണ് നമുക്കിന്ന് നമ്മളുടെ ഭാര്യമാരെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തത് എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കൊട്ടാരമായ ബക്കിംഗ്ഹാം പാലസിൽ ഇരുന്ന് ഡയാന രാജകുമാരി സകല സംവിധാനങ്ങളും സകല ആഡംബരങ്ങളും തന്റെ മുമ്പിൽ ഉണ്ടായിരിക്കെ തലയിൽ കിരീടം വെച്ചിരുന്നു കൊണ്ട് ഏകാന്തതയെക്കുറിച്ച്, ഭർത്താവ് തന്നോട് സംസാരിക്കാത്തത് കൊണ്ട് തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച്, തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ കുറിച്ച് ഡയാന രാജകുമാരി ബക്കിംഗ്ഹാം പാലസ് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് പറയുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കൊടുത്തു എന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. ഒരു കുടുംബ ബന്ധം, ഒരു വൈവാഹിക ബന്ധം ആരോഗ്യപരമായി നിലനിൽക്കണമെങ്കിൽ അവരുടെ ഇടയിൽ നല്ല സംഭാഷണം വേണം. അവരുടെ ഇടയിൽ സ്വസ്ഥമായി കേൾക്കുകയും പറയുകയും ആശ്വസിപ്പിക്കുകയും ഉപദേശിക്കുകയും തലോടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അവരുടേത് മാത്രമായ കുറച്ച് സമയം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറല്ല എങ്കിൽ ജീവിതത്തിൽ എന്ത് നേടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഡയാന രാജകുമാരിയുടെ പ്രസിദ്ധമായ കുറെ കോട്സ് ഉണ്ട്. അവർ പറയുന്നുണ്ട്, ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ അസുഖം മനുഷ്യൻ സ്നേഹിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏകാന്തതയാണ്. ഏകാന്തതയിലേക്ക് പോകുന്ന മനുഷ്യൻ പതിയെ എല്ലാത്തിനെയും വെറുക്കാൻ തുടങ്ങും എന്ന് തുടങ്ങി ഡയാന രാജകുമാരിയുടെ ഏകാന്തതയെക്കുറിച്ച്, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെക്കുറിച്ച് അവർ പറഞ്ഞ കോട്സുകൾ കാണാൻ സാധിക്കും ധാരാളം.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ വീടുകളിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ എല്ലാ സംവിധാനങ്ങളും വീട്ടിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്, എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ വീടുകളിൽ ഈ സംവിധാനങ്ങൾ, ഈ ആഡംബരങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഭാര്യമാരിൽ എത്ര ഭാര്യമാർ ഏകാന്തത അനുഭവിച്ചുകൊണ്ട്, മാനസികമായ പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ട്, എന്റെ കൂടെ നിൽക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ, ഒരു വാക്കുകൊണ്ടെങ്കിലും എന്നെ ആശ്വസിപ്പിക്കാൻ എന്റെ ഭർത്താവ് ഇല്ലല്ലോ എന്ന സങ്കടത്തിൽ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യമാരോട് കാണിച്ചിരുന്ന കടമകളെ ഹദീസ് പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുന്ന സമയത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി 2 രൂപത്തിലുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നത്. നമ്മൾ ഭാര്യയോടുള്ള കടമകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കടമ, നമ്മൾ ജീവിതത്തിൽ അവർക്ക് പലതും വാങ്ങിക്കൊടുക്കും, വിലമതിക്കാനാകാത്ത പല സമ്മാനങ്ങളും നമ്മൾ കൊടുക്കും. പക്ഷെ ഈ സമ്മാനങ്ങളെക്കാൾ എല്ലാം ഉപരി ഒരു കുടുംബ ബന്ധം, ഒരു ദാമ്പത്യം വിജയകരമായി പോകാൻ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് അവര് രണ്ടുപേരുടെയും ഇടയിൽ നല്ല കമ്മ്യൂണിക്കേഷനാണ്. അവര് രണ്ടുപേരും ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും എടുത്തിരുന്ന് ഭാര്യ പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ ഭർത്താവ് ഇരുന്നു കൊടുക്കുകയും ഭാര്യയുടെ വിഷമങ്ങൾ കേട്ടിട്ട് ആ പെണ്ണിനെ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇന്ന് നമ്മളുടെ പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹബന്ധം നിലനിൽക്കാൻ, ആരോഗ്യപരമായി നിലനിൽക്കാനുള്ള അടിസ്ഥാന കാര്യം ഈ കമ്മ്യൂണിക്കേഷനാണ്. ഇതിന്ന് ഇല്ലാതായിപ്പോയി. നമുക്ക് പലപ്പോഴും നമ്മളുടെ തിരക്കിന്റെ പേരിലായിരിക്കും, നാട്ടിൽ അറിയപ്പെട്ട കച്ചവടക്കാരനായിരിക്കും, നാട്ടിൽ അറിയപ്പെട്ട ഡോക്ടറായിരിക്കും, പള്ളിയിലെ ഇമാമായിരിക്കും, നമുക്ക് ധാരാളം തിരക്കുകൾ കാണും. ഈ തിരക്കുകളുടെ ഇടയിൽ നമുക്കൊരു ദിവസത്തിൽ 5 മിനിറ്റെങ്കിലും നമ്മളുടെ ഭാര്യമാരോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ നമ്മളുടെ ജീവിതം പരാജയമാണ് എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ഏറ്റവും തിരക്കുള്ള മനുഷ്യനായിരുന്നു. ആ നബിതങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ രാത്രിയിൽ ഭാര്യമാരോടൊപ്പം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അവരോട് കഥകൾ പറയുമായിരുന്നു. അവര് പറയുന്ന കഥകൾ മുഴുവൻ, അവര് പറയുന്ന സങ്കടങ്ങൾ മുഴുവൻ യാതൊരു മടിപ്പുമില്ലാതെ, സമയദൈർഘ്യത്തിന്റെ യാതൊരു അസ്വസ്ഥതയും കാണിക്കാതെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്ന നല്ല ഒരു ലിസണറായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേക അധ്യായം തന്നെയുണ്ട്. ബാബു മാ ജാഅ ഫീ കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സംർ. അള്ളാഹുവിന്റെ റസൂൽ രാത്രിയിൽ ഭാര്യമാരോടൊപ്പം സംസാരിക്കാനിരുന്ന സംഭവങ്ങൾ പറയുന്ന ഹദീസിന്റെ പാഠം എന്ന് പറഞ്ഞ് അധ്യായം കാണാൻ സാധിക്കും. ഹുസ്നുൽ മുആശറതി മഅൽ അഹ്ല് എന്ന് തുടങ്ങി ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രത്യേക അധ്യായം തന്നെ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ തന്റെ തിരക്കുകൾ മാറ്റിവെച്ചിട്ട്, എത്ര തിരക്കാണെങ്കിലും ആ തിരക്കിന്റെ ഇടയിലും തന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന നിലയിൽ അള്ളാഹുവിന്റെ റസൂൽ ഭാര്യമാരോടൊപ്പം സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നതിനെ കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ കാണാം. കഥകൾ നബിതങ്ങൾ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവരിങ്ങോട്ട് പറയുന്നത് കേട്ടിരുന്നിട്ട് അഭിപ്രായം പറയുന്ന സംഭവങ്ങൾ ഹദീസിൽ കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ തിരക്കുകളുടെ ഇടയിൽ, ഈ തിരക്ക് പിടിച്ച ഓട്ടം കൊണ്ട് നമ്മൾ സമ്പാദിച്ച് നമ്മളുടെ ഭാര്യമാർക്ക് നൽകുന്ന കോടികളുടെ ബാങ്ക് അക്കൗണ്ടുകളെക്കാൾ നമ്മളുടെ കുടുംബ ജീവിതത്തിൽ വിലപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയ്ക്ക് വിലപ്പെട്ടത്, അവർക്ക് വേണ്ടി നമ്മൾ സ്വസ്ഥമായി സംസാരിക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കുന്ന 5 മിനിറ്റായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യമാരോട് കാണിച്ചിരുന്ന കടമകളെ ഹദീസ് പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുന്ന സമയത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി 2 രൂപത്തിലുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നത്. ഒന്ന്, ഹദ്ദസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാക ലൈലത്തിൻ നിസാഅഹു ഹദീസൻ ഫഖാലത് ഇംറഅത്തുൻ മിൻഹുന്ന കഅന്നൽ ഹദീസ ഹദീസു ഖുറാഫ. ഒരു ഹദീസാണ്. നബിതങ്ങൾ തങ്ങളുടെ ഭാര്യമാർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു, അവരോട് സംസാരിക്കുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ വന്നിരുന്നിട്ട് നീണ്ട കഥ, പണ്ടെപ്പോഴോ കാണാതെ പഠിച്ചു വെച്ച നീണ്ട കഥ പറഞ്ഞു കൊടുക്കുന്നു. മദീനയിലെ പള്ളിയിലെ ഇമാമ്, ലോകത്തെ ഒരേ ഒരു നബി, ലോകത്തെ മുഴുവൻ, തന്റെ ഇസ്ലാം പ്രചരിച്ച മുഴുവൻ സ്ഥലങ്ങളുടെയും ഭരണാധികാരി, ഈ പ്രശ്നങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന മനുഷ്യൻ, ഭൂമിയിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വഹി അവതരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യൻ സമയദൈർഘ്യത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടുകളും കാണിക്കാതെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടതിനെ കുറിച്ച് ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്നു. എങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കൽ 2 സഹാബാക്കൾ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്?
ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതമേ ഒരു അത്ഭുതമായിരുന്നു. പക്ഷെ എനിക്ക് അത്ഭുതമായി തോന്നി, ഒരു രാത്രിയിൽ എന്റെ വീട്ടിലേക്ക് വന്നു. അള്ളാഹുവിന്റെ റസൂലിന് കിടക്കാൻ വേണ്ടി ഞാൻ പായ വിരിച്ചു കൊടുത്തു. നബിതങ്ങൾ കിടന്നു. എന്റെ കൂട്ടത്തിൽ കിടക്കുന്നതിന്റെ ഇടയിൽ ഖുർആനിന്റെ ആയത്തിറങ്ങിയ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പെട്ടെന്ന് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ആയിഷ, യാ ആയിഷ, ഇഅ്ദനി ലി അതഅബ്ബദു ലിറബ്ബി അസ്സ വജൽ. ആയിഷ, നീ എനിക്ക് അനുവാദം തരണം, എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം, രാത്രിയിൽ എന്റെ കൂട്ടത്തിൽ കിടക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആയിഷ, നീ ഒന്ന് അനുവാദം തരണം, എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു. രാത്രിയിലെ നമസ്കാരത്തിന് പോകുന്ന സമയത്ത് പോലും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സമയം എടുത്തിട്ടാണ് അള്ളാഹുവിന് കൊടുക്കുന്നത് എങ്കിൽ അത് ദീനല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിന്റെ പെരുമാറ്റത്തിലൂടെ പഠിപ്പിക്കുന്നു എങ്കിൽ നമ്മൾ ബിസിനസിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ടൂർ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഭാര്യയെ ഒഴിവാക്കി, ഭാര്യയുടെ സമ്മതം പോലും ചോദിക്കാതെ ഭാര്യയോടൊപ്പം ചെലവഴിക്കേണ്ട സമയം നാട്ടുകാർക്കും കൂട്ടുകാർക്കും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി കൊടുക്കുന്നവരാണ് നമ്മളെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ നമസ്കാരത്തിന് പോകാൻ ആയിഷയോട് അനുവാദം ചോദിച്ച് ഭാര്യ ഭർത്താവിന് വേണ്ടി സമയം കൊടുക്കേണ്ടതിനെ കുറിച്ചും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സമയം കൊടുക്കേണ്ടതിനെ കുറിച്ചും കൃത്യമായ ബോധ്യം നമുക്ക് ഇട്ടുതരികയാണ്. ഭാര്യയോടുള്ള അവകാശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്. ഭാര്യയോട് മാത്രമല്ല, തിരിച്ചും ഭർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കാൻ ഒരു ഭാര്യയ്ക്ക് തന്റെ ജോലിയും തന്റെ മറ്റ് തിരക്കുകളും കാരണമാകുന്നു എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമെന്നാണ് ഈ ഹദീസിലൂടെ നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. അനുവാദം ചോദിച്ചത്, ഇത് നിന്റെ സമയമാണ്, നിന്റെ അനുവാദമില്ലാതെ ഞാൻ നമസ്കരിച്ചാൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പാപിയാകുമെന്ന ഉത്തമ ബോധ്യം പ്രവാചകൻ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് തന്നു എങ്കിൽ അള്ളാഹു തആല നമ്മളോട് പറയുന്നു, വൈവാഹിക ജീവിതം, ദാമ്പത്യ ബന്ധം അള്ളാഹുവിന്റെ ദൈവീകതയുടെ തെളിവാണ്. നിങ്ങൾ പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും പരസ്പരം ആശ്വസിപ്പിച്ചും കുറ്റങ്ങളും കുറവുകളും പരസ്പരം നികത്തിയും നിങ്ങൾ ഈ ജീവിതം മരണം വരെ ജീവിച്ച് തീർക്കണമെന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിച്ചു. ഖുർആൻ നമ്മളുടെ മുമ്പിൽ വൈവാഹിക ജീവിതത്തെ കുറിച്ച് പറഞ്ഞു എങ്കിൽ നമ്മളുടെ പരലോകത്തിന്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രധാന ഘടകമാണ് നമ്മളും നമ്മളുടെ ഭാര്യമാരും തമ്മിലുള്ള ഇടപാടുകൾ. നമ്മളും നമ്മളുടെ ഭാര്യമാരും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത പ്രവർത്തികൾ നമ്മളുടെ പരലോക ജീവിതത്തിന്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഹദീസ് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മൻ തസവ്വജ ഇംറഅതൻ ഫഖദ് ഇസ്തക്മല തുലുസൈ ദീനിഹി, ആരെങ്കിലും വിവാഹം കഴിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ ദീനിന്റെ മതത്തിന്റെ 2/3 ഭാഗം പൂർത്തിയാക്കിയിരിക്കുന്നു. ബാക്കി 1/3 മാത്രം നീ അള്ളാഹുവിന് തഖ്വ ചെയ്താൽ മതി. കാരണം നിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നതിൽ 2/3 ഭാഗവും നിന്റെ വൈവാഹിക ജീവിതത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പല സ്ഥലങ്ങളിൽ പേജുകൾ എടുത്ത് ഇതിനെക്കുറിച്ച് നമ്മളുടെ മുമ്പിൽ ഉണർത്തുകയാണ്. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ ഇണകളെ അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നു. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ രണ്ടുപേരും, നിങ്ങളും നിങ്ങളുടെ ഇണയും പരസ്പരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പരസ്പരം താങ്ങും തണലുമായി ജീവിക്കുന്നതിന് വേണ്ടി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ ഇടയിൽ സ്നേഹവും കാരുണ്യവും അല്ലാഹു തആല നിശ്ചയിച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വൈവാഹിക ജീവിതത്തെ കുറിച്ച് നമ്മളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രയോഗം. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ദൈവീകതയ്ക്കുള്ള തെളിവുകളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നു. മിൻ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്ന് തന്നെ, അസ്വാജൻ, ഇണകളെ. ലോകത്തെ എല്ലാ വർഗവും
എല്ലാ ജീവജാലങ്ങൾക്കും അതേ വർഗത്തിൽ നിന്ന് തന്നെയാണ് ഇണകൾ. പൂച്ചയ്ക്ക് പൂച്ചയാണ്, പട്ടിക്ക് പട്ടിയാണ്. പക്ഷെ അല്ലാഹു തആല മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളുടെ അതേ വർഗത്തിൽ നിന്ന് തന്നെ ഇണയെ സൃഷ്ടിച്ചു തന്നു. അല്ലാഹു തആല ഈ ഒറ്റ വാക്കിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ ഭാര്യമാർ അവരും നമ്മളെപ്പോലെ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരാണ്. അവരും നമ്മളെപ്പോലെ വേദനയുള്ള, സങ്കടങ്ങളുള്ള, സന്തോഷങ്ങളുള്ള, ദേഷ്യം വരുന്ന, പോരായ്മകളുള്ള, കുറവുകളുള്ള നമ്മളെപ്പോലത്തെ മനുഷ്യരാണ് നമ്മളുടെ ഭാര്യമാർ എന്ന് അല്ലാഹു തആല ഈ ഒരൊറ്റ വാക്കിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ലിതസ്കുനു ഇലൈഹ, ഈ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, സങ്കടം വരുമ്പോ മറ്റേയാളിലേക്ക് ചേർന്ന് നിന്ന് ആ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ ഇടയിൽ അവസാനം വരെ ഒന്നിച്ച് ജീവിച്ച് മരിച്ച് നാളെ സ്വർഗത്തിൽ ദമ്പതികളായി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആവശ്യമായ സ്നേഹവും കാരുണ്യവും അല്ലാഹു തആല നിങ്ങളുടെ ഇടയിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹുവിന്റെ പ്രയോഗം. നമ്മളുടെ ഭാര്യമാർ നമ്മളെ പോലത്തെ മനുഷ്യരാണ്. അവർക്ക് കുറ്റങ്ങൾ കാണും, കുറവുകൾ കാണും, ബുദ്ധിമുട്ടുകൾ കാണും, സങ്കടങ്ങൾ കാണും. നമുക്ക് വരുന്നത് പോലെ അവർക്ക് ദേഷ്യം വരും. നമ്മളെ ആരെങ്കിലും ആക്രമിച്ചാൽ, ചീത്ത പറഞ്ഞാൽ, അടിച്ചാൽ നമുക്ക് വിഷമം വരുന്നത് പോലെ അവർക്കും വിഷമം വരുമെന്ന തിരിച്ചറിവ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുകയാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയദിഹി ഇംറഅതൻ ഖത്തു, അല്ലാഹുവിന്റെ റസൂൽ 23 വർഷക്കാലം കുടുംബമായി ഭാര്യയുമൊത്ത് ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് ഒരു ഭാര്യയെയും അടിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം ഭാര്യയോടൊപ്പം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും, ഒരു ദേഷ്യത്തിന്റെ സന്ദർഭത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ വായിൽ നിന്ന്, ആ പരിശുദ്ധമായ നാവിൽ നിന്ന് ഒരു ചീത്ത വാക്ക് ഞങ്ങൾക്ക് നേരെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാര് പറയുകയാണ്.